പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ മധ്യസ്ഥനായി ചമയുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമതാവളത്തിൽ പാകിസ്ഥാൻ രഹസ്യമായി അഭയം നൽകിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ വിവരം രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തെളിച്ചിരിക്കുകയാണ്. നൂർഖാൻ വ്യോമതാവളത്തിലെ ഇറാനിയൻ വിമാനങ്ങളുടെ സാന്നിധ്യം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ട് തങ്ങളുടെ അത്യാധുനിക നിരീക്ഷണ വിമാനങ്ങൾക്ക് സുരക്ഷിതമായ ഒരിടം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമതാവളത്തെ തിരഞ്ഞെടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ ആദ്യവാരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ നീക്കം നടന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാന്റെ സുപ്രധാന രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമായി വിന്യസിക്കാറുള്ള RC-130 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളാണ് ഇപ്പോൾ പാക് മണ്ണിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഒരു നിഷ്പക്ഷ മധ്യസ്ഥനായി സ്വയം അവതരിപ്പിക്കുന്ന പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇറാന്റെ സൈനിക ആസ്തികൾക്ക് അഭയം നൽകുന്നത് അവരുടെ ഇരട്ടത്താപ്പാണ് വെളിവാക്കുന്നതെന്നും ഇത് അമേരിക്കയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ കാരണമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ കാലങ്ങളായി പിന്തുടരുന്ന വൈരുദ്ധ്യാത്മകമായ നിലപാടുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. ഇതിനെ നയതന്ത്ര വിദഗ്ധർ പാകിസ്ഥാന്റെ ഡബിൾ ഗെയിം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു നിഷ്പക്ഷ മധ്യസ്ഥന്റെ കുപ്പായമണിഞ്ഞു നിൽക്കുമ്പോഴും മറുവശത്ത് ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് രഹസ്യമായി താവളം ഒരുക്കുന്നത് പാകിസ്ഥാന്റെ വിശ്വാസ്യതയെ അടിവരയിടുന്ന ഒന്നാണ്. ദശകങ്ങളായി അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സാമ്പത്തിക സഹായങ്ങൾ കൈപ്പറ്റുന്ന ഒരു രാജ്യം തന്നെ അമേരിക്കയുടെ ബന്ധശത്രുവായ ഇറാന്റെ സൈനിക ആസ്തികൾക്ക് സംരക്ഷണം നൽകുന്നത് ഗുരുതരമായ നയതന്ത്ര ലംഘനമായാണ് കാണപ്പെടുന്നത്. ഇറാന്റെ RC-130 നിരീക്ഷണ വിമാനങ്ങളെ തങ്ങളുടെ സുപ്രധാന വ്യോമതാവളമായ നൂർഖാനിൽ പാർക്ക് ചെയ്യാൻ അനുവദിച്ചതിലൂടെ പാകിസ്ഥാൻ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ആഗോള ശക്തികളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് വ്യക്തമാകുന്നു. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അതൃപ്തിക്കും സംശയങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ പാകിസ്ഥാന് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നുറപ്പാണ്. അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ രൂക്ഷമായ പ്രതികരണം പാകിസ്ഥാന്റെ നയതന്ത്ര നിലപാടുകൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ രഹസ്യമായി താവളമൊരുക്കി എന്ന വാർത്ത പുറത്തുവരുന്നതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. പാകിസ്ഥാനെ തനിക്ക് ഒട്ടും വിശ്വാസമില്ലെന്ന് തുറന്നടിച്ച ഗ്രഹാം ശത്രു രാജ്യത്തിന്റെ സൈനിക ആസ്തികൾക്ക് ഒളിത്താവളമാക്കുന്ന ഒരു രാജ്യത്തെ എങ്ങനെയാണ് വിശ്വസനീയമായ ഒരു മധ്യസ്ഥനായി പരിഗണിക്കാൻ കഴിയുക എന്ന ഗൗരവകരമായ ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള ചർച്ചകൾ ലക്ഷ്യത്തിലെത്താത്തതിൽ ഇപ്പോൾ അത്ഭുതം തോന്നുന്നില്ലെന്നും പാകിസ്ഥാന് പകരം കൂടുതൽ വിശ്വാസ്യതയുള്ള മറ്റ് മധ്യസ്ഥ രാഷ്ട്രങ്ങളെ അമേരിക്ക കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രഹാമിന്റെ ഈ പ്രസ്താവന അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ പാകിസ്ഥാനോടുള്ള വർദ്ധിച്ചുവരുന്ന അതൃപ്തിയുടെ വ്യക്തമായ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ അതീവ സങ്കീർണമായ സാഹചര്യങ്ങൾ നിലനിൽക്കുകയും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുകയും ചെയ്തിരിക്കുന്ന ഈ വേളയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പുതിയ നീക്കം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണ്ണുവെട്ടിച്ച് ഇറാന്റെ അത്യാധുനിക സൈനിക വിമാനങ്ങൾക്ക് തങ്ങളുടെ മണ്ണിൽ സുരക്ഷിത താവളമൊരുക്കിയ പാകിസ്ഥാന്റെ നടപടിയിൽ ഇസ്രായേൽ ഇതിനോടകം തന്നെ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ആക്രമണ പരിധിയിൽ നിന്ന് മാറി ഇറാന്റെ RC-130 നിരീക്ഷണ വിമാനങ്ങൾ പാക് വ്യോമതാവളത്തിൽ സുരക്ഷിതമായിരിക്കുന്നത് ഏത് യുദ്ധ സാഹചര്യത്തിലും ശത്രു രാജ്യങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള ഇറാന്റെ ശേഷി വർദ്ധിപ്പിക്കുമെന്നതാണ് പ്രധാന ഭീഷണിയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഇത്തരം സൈനിക സഹകരണങ്ങൾ രഹസ്യമായി തുടരുന്നത് മധ്യസ്ഥ രാജ്യങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നുവെന്നും ഇത് പശ്ചിമേഷ്യയിൽ കൂടുതൽ അസ്ഥിരതയ്ക്കും പുതിയ പോർമുഖങ്ങൾ തുറക്കാനും കാരണമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഭയപ്പെടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സമാധാന ചർച്ചകളിൽ നിന്ന് പാകിസ്ഥാനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത് മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിച്ചേക്കാം. നൂർഖാൻ വ്യോമതാവളത്തിൽ ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് അഭയം നൽകിയ പാകിസ്ഥാന്റെ നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു നിഷ്പക്ഷ മധ്യസ്ഥനായി ചമയുമ്പോഴും ഇറാന്റെ RC-130 നിരീക്ഷണ വിമാനങ്ങൾക്ക് രഹസ്യ താവളം ഒരുക്കിയത് പാകിസ്ഥാന്റെ വിശ്വാസ്യത തകർക്കുകയും അവരുടെ ഇരട്ടത്താപ്പ് വെളിവാക്കുകയും ചെയ്തിട്ടുണ്ട്.
ഈ നീക്കം പാകിസ്ഥാന് നൽകി വരുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങൾ പുനഃപരിശോധിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുമെന്ന് സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഈ സൈനിക തന്ത്രം പശ്ചിമേഷ്യയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്നതിനാൽ ഇസ്രായേലും വലിയ ആശങ്കയിലാണ്. വിശ്വസ്തനായ ഒരു മധ്യസ്ഥന്റെ അഭാവം പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളെ വഴിമുട്ടിക്കാനും മേഖലയെ കൂടുതൽ അസ്ഥിരതയിലേക്കും അന്താരാഷ്ട്ര ഒറ്റപ്പെടലിലേക്കും നയിക്കാനും ഈ സംഭവം കാരണമായേക്കാം.